ഐഡിയ ഫാമേഴ്സ് 20/10/2025 ഫാം റേറ്റ് അപ്ഡേഷൻ വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഫാം റേറ്റ് ഒക്കെ നോക്കുന്നതിന് മുമ്പ് ചെറിയൊരു ടിപ്സ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് വേറൊന്നുമില്ല, പൊതുവെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ഫാമേഴ്സ് ചോദിക്കുന്ന ഒരു കാര്യമാണ്, കോഴികൾക്ക് ഭയങ്കര വയറിളക്കാണ്, എന്താണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പ്രശ്നം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ചോദിക്കുന്നതിന് മുമ്പ് നമുക്ക് പൊതുവേ നമ്മളൊക്കെ ചെയ്തു വരുന്ന ഈ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള നാടൻ ട്രീറ്റ്മെൻറ്റ് ഉണ്ട്, അതൊന്ന് ചെയ്ത് നോക്കുക. അത് ചെയ്തിട്ടും റിസൾട്ട് ഇല്ലെങ്കിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യാം, ബാക്കിയുള്ള ട്രീറ്റ്മെൻറ്റിലേക്ക് പോകുക. എനിക്ക് തോന്നുന്നു ഒരു 99% കേസുകളിലും ഈ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഈ ഒരു ട്രീറ്റ്മെൻറ്റിലൂടെ തന്നെ വയറിളക്കം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇത് വേറെ നല്ല നമ്മുടെ വീട്ടിലൊക്കെ സുപരിചിതമായിട്ടുള്ള ഉപയോഗിച്ചിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ്. നമുക്കൊരു 1000 കോഴിയുടെ കണക്ക് പറയുകയാണെങ്കിൽ ഒരു 100 ഗ്രാം ഉലുവയും അതുപോലെ തന്നെ 100 ഗ്രാം കടുകും, ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ 1 മണിക്കൂറെങ്കിൽ വെള്ളം ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്യണം കേട്ടോ. എന്നിട്ട് നമ്മൾ 1 മണിക്കൂർ വെള്ളം സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു ദിവസം എത്ര വെള്ളമാണ് എടുക്കുന്നത് നമുക്ക് ജസ്റ്റ് അത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഒരു 1000 കോഴിയുടെ ബാക്കി നിങ്ങളിപ്പോൾ ഒരു 15-20 ദിവസം ആയിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം എടുക്കുന്ന ഒരു വെള്ളം എടുക്കുന്നതിൻ്റെ അളവുണ്ടല്ലോ, അതറിയാത്ത ആൾക്കാരുടെ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞത്, അതായത് ഒരു ബാച്ചിൽ ഇത്ര 18ാമത്തെ ദിവസം എത്ര വെള്ളം കുടിക്കുന്നത് നമുക്ക് കൃത്യമായ കണക്കുണ്ടാവും. അപ്പോൾ ആ ഒരു കണക്ക് ജസ്റ്റ് 24 മണിക്കൂറിൽ നിന്ന് അങ്ങോട്ട് ഡിവൈഡ് ചെയ്ത് നമുക്കൊരു മണിക്കൂറിൽ വെള്ളം കിട്ടും. അപ്പോൾ ആ ഒരു മണിക്കൂർ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു മണിക്കൂറിൽ ആവശ്യമായ വെള്ളം കണക്കാക്കിയിട്ട് അത്രയും വെള്ളത്തിലേക്കാണ് നമ്മളിത് മിക്സ് ചെയ്യുന്നത്. അങ്ങനെ 1 മണിക്കൂർ കട്ട് ചെയ്ത ട്രിങ്കറിലേക്ക് ഒഴിച്ച് കൊടുത്താൽ തീർച്ചയായിട്ടും അതൊക്കെ കുടിച്ചോളും. അങ്ങനെ നമ്മളൊരു 3 ദിവസം ചെയ്യുക. ഇനി അതല്ല, ഇങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു ഉലുവ ഇപ്പോൾ എല്ലാ സ്ഥലത്തും പൊടിച്ച് കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ 1000 കോഴിക്ക് ഒരു 300 ഗ്രാം 300 to 500 ഗ്രാം വരെ ആവാം. അത് നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് ആ ഒരു ഫീഡ് എടുക്കുന്ന ഭാഗമുണ്ടല്ലോ, കോഴികൾ ഫീഡ് എടുക്കുന്ന ഒരു ജസ്റ്റ് താഴെ ഭാഗത്തൊരു ഭാഗമുണ്ട്, അവിടെ കുറച്ച് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ഒരു 3 ദിവസം ചെയ്ത് കഴിഞ്ഞാൽ തന്നെ 100% നമുക്ക് ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ പറ്റും. പിന്നെ വയറിളക്കത്തിൻ്റെ വലിയൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് ആദ്യമേ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമ്മളെ ലിറ്റർ ആകെ വെറ്റാം. ലിറ്റർ നല്ല രീതിയിൽ തന്നെ വെറ്റായി കഴിഞ്ഞാൽ ഈ ഒരു വയറിളക്കം പിന്നെ പെട്ടെന്ന് കൂടും. അപ്പോൾ അതുകൊണ്ട് തന്നെ എവിടെയെങ്കിലും ലിറ്റർ നല്ല നനഞ്ഞൊക്കെ കിടക്കുന്നത് ജസ്റ്റ് ഒന്ന് ഉണക്കി കൊടുത്താൽ ഈ കാര്യം ചെയ്ത് കഴിഞ്ഞാൽ 100% ഈ ഒരു വയറിളക്കം നമുക്ക് കംപ്ലീറ്റ് മാറ്റിയെടുക്കാൻ പറ്റും. എന്നിട്ടും മാറുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും അതിൽ വേറെ എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടായിരിക്കും, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യാം. അപ്പോൾ ഡിയർ ഫാമേഴ്സ്, ഇന്നത്തെ ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് ഏറെ ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി അതായത് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഫാം റേറ്റ് നോക്കാം. ഫാം റേറ്റും കൂടെ നോക്കിയിട്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ വീഡിയോ കാണുന്ന സുഹൃത്തുക്കളോട് ഞാൻ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ട്, ജസ്റ്റ് നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ജസ്റ്റ് അവിടെ നിന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വീഡിയോ തുടങ്ങുന്ന ആ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് ജസ്റ്റ് താഴെ ഒരു ഭാഗത്തൊരു അപ്ഡേറ്റ് എന്നൊക്കെ ഭാഗം കാണിക്കുന്നുണ്ടാകും. അവിടെ നമ്മൾക്ക് ഫാമിലേക്ക് ആവശ്യമായ ഇൻകാർഡസിൻ്റെ ബൾബ്, അതുപോലെ തന്നെ ഗ്യാസ് ബ്രൂഡർ, ഇതൊക്കെ കിട്ടുന്ന ഫ്ലിപ്കാർട്ടിൻ്റെ ഒരു അപ്ഡേറ്റ് ലിങ്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പ്രോഡക്റ്റുകൾ കാണാനും മേടിക്കാനുള്ളൊരു സൗകര്യമുണ്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, നമുക്ക് ഇന്നത്തെ ഫാം റേറ്റ് നോക്കാം. അപ്പോൾ ഷെയർ ഫാമേഴ്സ് ഇന്നലത്തെ ഓപ്പൺ റേറ്റ് 98 രൂപയായിരുന്നല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓപ്പൺ റേറ്റ് ആണ് 98 വരുന്നത്. അതിൽ ചെറിയൊരു വ്യത്യാസം ചിലപ്പോൾ കൺഫേം റേറ്റിൽ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലത്തെ ഒരു കൺഫേം റേറ്റ് നോക്കുകയാണെങ്കിൽ, അതായത് ഇന്നലെ ഏകദേശം എല്ലാ ഫാമിൽ കോഴി കയറിയ റേറ്റ് നോക്കുകയാണെങ്കിൽ 96 രൂപ ബേസാണ് ഇന്നത്തെ ഒരു കൺഫേം റേറ്റ് എന്നുള്ളത്. അത് ചെറിയൊരു വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും, അത് ഞാൻ ഇന്നത്തെ വീഡിയോയിലും പറയുന്നുണ്ട്. അപ്പോൾ എന്നാലും ഇന്നലെ ഒരു 96 രൂപ ആ റേഞ്ചിലാണ് കൺഫേം റേറ്റ് നടന്നേക്കുന്നത്. ഇനിയിപ്പോൾ ഇന്നത്തെ ഫാം റേറ്റ് നമുക്ക് നോക്കാം. അതായത് 21-ാം തീയതി, അതായത് ഇന്നിപ്പോൾ 12 മണിക്ക് ശേഷമാണ് കോഴി പിടിക്കുക. അപ്പോൾ 21-ാം തീയതി കോഴി പിടിക്കുന്ന ഒരു ഓപ്പൺ റേറ്റ് നോക്കുകയാണെങ്കിൽ 98 രൂപയാണ് കേരളത്തിൽ കോമൺ ആയിട്ട് എടുക്കുന്നത്. ഓപ്പൺ റേറ്റ് എന്ന് പറയുന്നത്. ചില ആൾക്കാർ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഒരു ജില്ല അടിസ്ഥാനത്തിൽ റേറ്റ് എത്ര എന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെ നോക്കേണ്ട ആവശ്യം, നമ്മൾ ബേസ് കോമൺ ആയിട്ടുള്ള റേറ്റ് തന്നെ നോക്കിയാൽ തന്നെ ഏകദേശം നമുക്ക് റേറ്റൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ കേരളത്തിലെ കോമൺ ആയിട്ട് എടുക്കുന്നത് 98 ഓപ്പൺ റേറ്റ് എന്ന് പറയുമ്പോൾ വയനാട് റേറ്റ് ഇന്നിപ്പോൾ 100 രൂപയാണ്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വയനാട് വീണ്ടും 100 രൂപയാണ് ഓപ്പൺ റേറ്റിലേക്ക് എത്തിയിരുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു ഫാം റേറ്റ് ആയിട്ട് പറയുന്നത്. ഇന്നിപ്പോൾ ദീപാവലി ആയതുകൊണ്ട് തന്നെ ചിക്സ് റേറ്റ് ഒരു സ്ഥലത്ത് നിന്ന് അപ്ഡേറ്റ് ആയിട്ട് വന്നിട്ടില്ല. ഈ ഒരു വീക്കിൽ ചിക്സ് റേറ്റ് നാളെയാണ് അപ്ഡേറ്റ് ആകുന്നത്. അപ്പോൾ ഡിയർ ഫാമേഴ്സ്, ഇതാണ് ഇന്നത്തെ ഒരു ഫാം റേറ്റ്. പിന്നെ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ ട്രീറ്റ്മെൻറ്റായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. തീർച്ചയായും നമ്മൾ ആദ്യത്തെ ഒരു 1-2 ദിവസമൊക്കെ എന്തായാലും കമൻറ്റ് നമ്മൾ വാച്ച് ചെയ്യുന്നുണ്ടായിരിക്കും. അതുമായിട്ട് ബന്ധപ്പെട്ട് വീഡിയോ ചെയ്യേണ്ട കാര്യങ്ങൾ തീർച്ചയായിട്ടും പിന്നീടുള്ള ദിവസങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഒന്നും കൂടെ ക്ലാരിറ്റി വരുത്തുന്ന രീതിയിൽ വീഡിയോ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ കൂടുതൽ ഉപകാരപ്പെടുന്ന നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വീണ്ടും വരുമ്പോഴേക്കും ഗുഡ് ബൈ.